നിലമ്പൂരിൽ ഷൗക്കത്ത് തന്നെ സ്ഥാനാർത്ഥിയെന്ന് ഹൈക്കമാൻഡിന്റെ തീരുമാനം വന്നിരിക്കുന്നു. ബിന്നിലുണ്ട് വിവരങ്ങളുമായി. ബിന്നിൽ അങ്ങനെ ഒരു തീരുമാനമുണ്ടായിരിക്കുന്നു, വ്യക്തത വന്നിരിക്കുന്നു. ഇനി എന്തായിരിക്കും കേരളത്തിലെ രാഷ്ട്രീയ പോര്? ഇനി നോക്കേണ്ടത് പി വി അൻവറിന്റെ പ്രതികരണം എന്തായിരിക്കും എന്നുള്ളതാണ്. കാരണം ആദ്യം മുതൽക്ക് തന്നെ വി എസ് ജോയിക്ക് വേണ്ടി വാദിച്ച ആളാണ് പി വി അൻവർ. പക്ഷേ കോൺഗ്രസ് പാർട്ടി അതിന് വഴങ്ങിയില്ല. KPCC ചർച്ച ചെയ്ത് തീരുമാനിച്ചത് ആര്യയുടെ ഷൗക്കത്തിന്റെ പേരാണ്. അത് AICC കൈമാറുകയും അതിപ്പോൾ അംഗീകരിച്ച് ആ വാർത്താക്കുറിപ്പ് പുറത്തേക്ക് വരികയും ചെയ്തിട്ടുണ്ട്. ആര്യയുടെ ഷൗക്കത്ത് തന്നെയാണ് അവിടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുക. ഇത് അൻവറിന് വഴങ്ങി മുന്നോട്ട് പോകേണ്ടതില്ല എന്ന കൂട്ടായെടുത്ത തീരുമാനമാണ് KPCCയുടേത്. ഈ LDF നിന്നും വന്ന് വിലപേശുന്ന ഒരു തോന്നൽ അല്ലെങ്കിൽ അത്തരം ഒരു ചർച്ച UDF-നുള്ളിൽ ഉണ്ടായിരുന്നു, UDF നേതാക്കൾക്കുണ്ടായിരുന്നു. പിന്നീട് അത് KPCC ഭാരവാഹി യോഗത്തിലും അത് ഉയർന്നു വരികയും ചെയ്തതാണ്. പക്ഷേ അൻവറിനെ പിണക്കേണ്ടതില്ല, ഒപ്പം നിർത്തി മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് UDF ഇക്കാര്യത്തിൽ എടുക്കുന്ന നിലപാട്. നേരത്തെ അബ്ദുൽ വഹാബിനടക്കം പ്രതികരണം നമ്മൾ കണ്ടതാണ്. പക്ഷേ അതിന് അൻവർ വഴങ്ങുമോ എന്നുള്ള കാര്യമാണ് ഇനി അറിയേണ്ടത്. പക്ഷേ അൻവർ മത്സരിക്കുമെന്നുള്ള സൂചന ഉണ്ടെങ്കിലും അതിൽ അന്തിമ തീരുമാനമായിട്ടില്ല. പക്ഷേ മത്സരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം അൻവറിന്റെ ഭാവി നോക്കുമ്പോൾ മത്സരിച്ചാൽ അത് UDF-നൊപ്പം നിൽക്കാനുള്ള അവസരമാണ് നഷ്ടപ്പെടുക. അത് പിന്നീട് തുടർന്ന് തെരഞ്ഞെടുപ്പിലടക്കം മത്സരിക്കാനുള്ള സാധ്യതയും മങ്ങും. അതുകൊണ്ട് അത്തരത്തിൽ മത്സരിക്കാനുള്ള സാധ്യതയില്ല. എന്തായാലും ആര്യയുടെ ഷൗക്കത്ത് എന്ന ഒറ്റ പേരിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരു ചിത്രം തെളിഞ്ഞിരിക്കുന്നു. ഇനി LDF സ്ഥാനാർത്ഥി ആരാണെന്നാണ് അറിയേണ്ടത്. അതിനുശേഷം PV അൻവർ മത്സരിക്കുമോ, എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. നേരത്തെ വലിയ സമ്മർദ്ദം കോൺഗ്രസിന് മേൽ അല്ലെങ്കിൽ UDF-ന് മേൽ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ PV അൻവർ ഉയർത്തിയിരുന്നു. ഇന്ന് രാവിലത്തെ വാർത്താ സമ്മേളനത്തിൽ പോലും മത്സരിക്കുന്ന കാര്യം, താൻ സ്ഥാനത്തിലേക്ക് വരുമെന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്തായാലും അത്തരം പ്രതികരണങ്ങൾ അദ്ദേഹം നടത്തിയതാണ്. ഇനി ഔദ്യോഗികമായി സ്ഥാനാർത്ഥിയെ UDF പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ ആര്യയുടെ ഷൗക്കത്ത് തന്നെയാണ്. അത് മികച്ച തീരുമാനം തന്നെയാണ് അണികൾക്കുള്ളിലും അഭിപ്രായമുള്ളത്. ഒരാളുടെ അല്ലെങ്കിൽ LDF-ൽ നിന്ന് പെട്ടെന്ന് വന്ന ഒരാളുടെ അഭിപ്രായം കേട്ട് അയാൾക്ക് വഴങ്ങി സ്വീകരിക്കുന്ന പാർട്ടിയെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കരുത്, അതൊരു തെറ്റായ സന്ദേശമാണ് നൽകുക എന്നൊരു പൊതുവികാരമാണ് അണികൾക്ക് ഉണ്ടായിരുന്നത്. അത് നവമാധ്യമങ്ങളടക്കം ആ വിമർശനം ഉയർന്ന് വരികയും ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ കോൺഗ്രസ് തീരുമാനമെടുത്തിരിക്കുന്നു. KPCC നേതൃത്വം തീരുമാനമെടുത്ത് ഇന്ന് ചർച്ചയുണ്ടായിരുന്നു. ആ ചർച്ചയിലാണ് അവസാനമായി അദ്ദേഹത്തിന്റെ ഒറ്റ പേരിലേക്ക് വന്നതും തുടർന്ന് ആര്യയുടെ ഷൗക്കത്തിന്റെ പേര് AICC നൽകുകയും അതിപ്പോൾ അംഗീകരിച്ച് സംസ്ഥാനത്തെ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും അവിടെ UDF-ന്റെ സ്ഥാനാർത്ഥി ആര്യയുടെ ഷൗക്കത്ത് തന്നെയാണ്. ഇനി അറിയേണ്ടത് അൻവറിന്റെ പ്രതികരണമാണ്, അൻവറിന്റെ നിലപാടാണ്. അതിനുശേഷം LDF സ്ഥാനാർത്ഥി ആരാണെന്ന് അറിയണം. അതിനുശേഷമാകും ഒരു പ്രചാരണ ചൂടിലേക്ക് അവിടെ വരിക. എന്തായാലും ഔദ്യോഗികമായ പ്രഖ്യാപനം വന്നതിന് ശേഷം തന്നെ നാളെ തന്നെ പ്രചാരണ പരിപാടികൾ ആരംഭിക്കാൻ തന്നെയാണ് UDF തീരുമാനിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് നാളെ പ്രതിപക്ഷ നേതാവ് നിലമ്പൂരിലുണ്ട്, KPCC പ്രസിഡന്റ് നിലമ്പൂരിലുണ്ട്. അങ്ങനെ അവിടെയും ഒരു യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിലാകും മുന്നോട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക. എന്തായാലും കോൺഗ്രസ് അവരുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. ആര്യയുടെ ഷൗക്കത്താണ് നിലമ്പൂരിൽ മത്സരിക്കുക. ഔദ്യോഗികമായി തന്നെ AICC അത് അറിയിച്ചിരിക്കുന്നു. അഖില, 4 തവണ മന്ത്രിയും 34 വർഷം നിലമ്പൂർ MLA-യുമായിരുന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് ആര്യാടൻ മുഹമ്മദിന്റെ മകനാണ് ആര്യാടൻ ഷൗക്കത്ത്. ഈ രാഷ്ട്രീയ പാരമ്പര്യം അദ്ദേഹത്തെ എത്രത്തോളം സ്വാധീനിക്കും? ഈ രാഷ്ട്രീയ പാരമ്പര്യം അദ്ദേഹത്തിന്റെ മത്സരത്തെ എത്രത്തോളം ഗുണം ചെയ്യും? ബെന്നി, കൃത്യമായി തന്നെ അത് വലിയ പോരാട്ടം അവിടെ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം നേരത്തെ മുൻ തെരഞ്ഞെടുപ്പുകളിലൊക്കെ വലിയ പോരാട്ടം ആര്യയുടെ ഷൗക്കത്ത് കാഴ്ചവെച്ചിട്ടുണ്ട്. നേരത്തെ ഭൂരിപക്ഷം കുറയ്ക്കാനൊക്കെ സാധിച്ചിട്ടുമുണ്ട്. എന്തായാലും ആ വലിയ പോരാട്ടം തന്നെ ഉണ്ടാകും.